സ്കൂൾ തല പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. SBI, കാനറ ബാങ്കുകളുടെ കൊടുവള്ളി ബ്രാഞ്ചിലെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഷുഹൈബിനെതിരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷുഹൈബിനെതിരെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻ CEO ഷുഹൈബിനെതിരെ ഗുരുതരമായിട്ടുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അതിതീവ്ര നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ബാങ്കിംഗ് ഇടപാടുകളുമായി പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 ബാങ്ക് അക്കൗണ്ടുകൾ കാനറ അതോടൊപ്പം തന്നെ SBIയുടെ കൊടുവള്ളി ശാഖയിലെ ബ്രാഞ്ചിലെ 2 ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ധനകാര്യ ഇടപാടുകൾ ഏത് രീതിയിലാണ്, പണമിടപാടുകൾ ഏത് രീതിയിലാണ് നടന്നത് എന്നതിനെപ്പറ്റിയും ഷുഹൈബിന്റെ ബാങ്ക് ഇടപാടുകൾ ഏത് രീതിയിലാണ് നടന്നതിനെ പറ്റിയും പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ നമുക്കറിയാം ഷുഹൈബ് ഇപ്പോഴും ഒളിവിലിരുന്നുകൊണ്ട് മറ്റ് നിയമ നടപടികൾ, പുനർ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷുഹൈബ്. അതിന്റെ ഭാഗമായി തന്നെ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 2 തവണയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും തുടർന്ന് അതിന്റെ വിധി പറയാൻ മാറ്റിവെക്കുകയും ചെയ്തിരുന്നാൽ അവസാനം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ദിവസം ഈ പ്രോസിക്യൂഷനോട് കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു, ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ഒരാൾ മാത്രമായിട്ട് ഒരു ഗൂഢാലോചന നടത്തുക, അപ്പോൾ മറ്റ് സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കും അതിൽ പങ്കുണ്ടാകില്ല എന്ന തരത്തിലുള്ള ചോദ്യമെല്ലാം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും മറ്റ് നിയമ നടപടികൾ മുൻപോട്ട് പോവുക എന്നതും അറിയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഷുഹൈബിനെയും ഷുഹൈബിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന മറ്റ് 2 അധ്യാപകരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇന്നലെയും അടക്കമായി വലിയ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇവരുടെ വീടുകളിലും അടക്കം പരിശോധന നടക്കുന്നു, ഇവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ പരിശോധന നടക്കുന്നു. എന്നാൽ ഇവരെ 3 പേരെയും, ഷുഹൈബ് അടക്കം മറ്റ് 2 അധ്യാപകരുണ്ട്, അവരെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നാളെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷുഹൈബ് കേരളത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയി എന്നതാണോ ക്രൈംബ്രാഞ്ചിന്റെ സംശയം? എന്തുകൊണ്ടാണ് ഇയാളെ ഇത്രയും നാളായിട്ടും പിടികൂടാൻ കഴിയാത്തത്? ലക്ഷ്മി പത്മ, ഇയാൾ ഈ വിദേശത്തേക്ക് കടന്നു എന്നൊരു സംശയമുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. കാരണം ഇയാളെ കാണാതായി അല്ലെങ്കിൽ ഈ ഒരു കേസ് വന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇയാളെ ഹാജരാകാൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു, നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ 2-3 വട്ടവും നോട്ടീസ് നൽകിയിട്ടും ഹാജരാവാത്തതിനെ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇയാൾ പുറത്തേക്ക് കടന്നിരുന്നെങ്കിൽ അത് ഇന്നേരം കൊണ്ട് തന്നെ അറിയേണ്ടതാണ്. ഈ എയർപോർട്ട് വഴി പുറത്തേക്ക് കടന്നിരുന്നെങ്കിൽ അത് ഇന്നേരം കൊണ്ട് തന്നെ അറിയേണ്ടതാണ്. എന്നാൽ ഇയാൾ സംസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുള്ളത്. എന്നാൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ്, എപ്പോൾ കിട്ടിയാലും കസ്റ്റഡിയിലെടുത്ത് മറ്റ് നിയമ നടപടികളുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. എന്നാൽ ഇയാളെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. സൂചിപ്പിച്ചതുപോലെ ഷുഹൈബ് മാത്രമല്ല, മറ്റ് 2 അധ്യാപകരുണ്ട്, അവരെ കൂടി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അവരും കഴിഞ്ഞ 2 തവണയും ഹാജരാവാൻ തയ്യാറായിരുന്നില്ല. നാളെ ഇവരുടെ ഈ ജാമ്യാപേക്ഷ, ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതിൽ വിധി വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു.